കടുവയെ വലയ്ക്കുള്ളിലായ കടുവ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കിണറ്റിലേക്ക് ഉദ്യോഗസ്ഥരായി വീഴാനൊന്നും പാടില്ല. അങ്ങനെ അത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കടുവേനെ ഒടുവിൽ വലയ്ക്കുള്ളിലാക്കിയിട്ടുണ്ട്. കടുവയെ കാണാനായിട്ട് വലിയ തരത്തിൽ കൗതുകത്തോടുകൂടി ആളുകൾ കൂടി അതിനടുത്തേക്ക് വരുന്ന നമുക്ക് കാണാം. വലിയ സുരക്ഷാ ക്രമീകരണമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ ഈ കടുവേനെ ഒടുവിൽ കാണാനായിട്ട് അടുത്തേക്ക് വരികയാണ്. കടുവയുമായിട്ട് ഇപ്പോൾ വനം വകുപ്പ് സംഘം പുറത്തേക്ക് പോകുന്നു. വലിയ സുരക്ഷ ഒരുക്കി നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വഴിയൊക്കെ ഒരുക്കിയിരുന്നു. ഇപ്പോൾ കടുവയുമായിട്ടുള്ള വനം വകുപ്പ് സംഘം ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഈ കടുവയെ കാണാനുള്ള ആളുകളുടെയൊക്കെ ആ ഒരു ഇടപെടൽ, ആളുകളുടെയൊക്കെ ആ ഒരു കൗതുകം അത്തരത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ആ തടസ്സത്തെയൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ കടുവയും കൊണ്ട് പോവുകയാണ്. അങ്ങേയറ്റം ആളുകളൊക്കെ പ്രകോപിതരാകുകയാണ്. സ്വാഭാവികമാണ്. അതിന് തിരക്കും ഒരു തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ വലിയ സുരക്ഷയുണ്ട്. ആളുകൾ പ്രകോപിതരാകുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ കടുവയെ പിടികൂടിക്കൊണ്ട് കിണറ്റിലകപ്പെട്ട കടുവയുമായിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടുന്ന് പോവുകയാണ്. ഇതിനിപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചില പ്രതികരണങ്ങളൊക്കെ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും കടുവയുമായിട്ടുള്ള സംഘം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. കടുവ പൂർണ്ണ ആരോഗ്യവാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ല. കുട്ടികളുമായിട്ടടക്കം ആളുകൾ ഈ കടുവയൊക്കെ കാണുന്നതിനായിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കി കൊണ്ടുപോകുമ്പോഴും കടുവയെ കാണാനുള്ള ആളുകളുടെ കൗതുകത്തിന് ഒട്ടും കുറവില്ല. ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ തരത്തിൽ ഭീതി പടർത്തുന്ന ഒരു വന്യജീവി തന്നെയാണ് കടുവ. ആ കടുവയുമായിട്ടാണ് ഇപ്പോൾ വനം വകുപ്പ് സംഘം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുമായിട്ട് വനം വകുപ്പ് സംഘം പുറത്തേക്ക് പോകുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ കടുവയുമായിട്ട് വനം വകുപ്പ് സംഘം പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി എവിടേക്കാണ് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും വനം വകുപ്പിന്റെ വണ്ടി അടക്കം ഇവിടെയുണ്ട്. വനം വകുപ്പിന്റെ വണ്ടിയിലേക്കാണ് ആദ്യം ഈ പറയുന്ന കടുവയെ കൊണ്ടുപോകുന്നത്. വലയിലാക്കിയ കടുവയെ ഇപ്പോൾ വനം വകുപ്പിന്റെ കൂട്ടിലാക്കിയ ജീപ്പ് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കടുവേനെ കൂട്ടിലാക്കി മയക്കോടി പോലും വെക്കാതെയാണ് കടുവേനെ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തരത്തിൽ ആശങ്കയിലാക്കിയ ആ ഒരു കടുവയുടെ സാന്നിധ്യം പലതരം കടുവയെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും കടുവ ഇപ്പോൾ വനംവകുപ്പിന്റെ വലയിലാകുന്നു. വലയിലായ കടുവയെ ഇപ്പോൾ വനംവകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. മയക്കുപിടി പോലും വെക്കാതെ വലയിലാക്കിയാണ് കടുവയെ കൊണ്ടുവന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പരമാവധി എല്ലാ സുരക്ഷയും ഒരുക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അതിനെ അവിടുന്ന് കൊണ്ടുപോവുകയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ DF അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നമുക്ക് തേടാവുന്നതാണ്. ഷിജോ, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലയിൽ കുടുങ്ങിയ നിലയിലാണ്, വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഈ കടുവ. പക്ഷേ ശാന്തനാണ്, മറ്റു പ്രകോപനങ്ങളൊന്നുമില്ല, മയക്കുവെടി വെച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പാണെന്ന് ഷിജോ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ശാന്തനായി കാണുന്നു. മണിക്കൂറുകളോളം കിണറിൽ കഴിഞ്ഞാണ്. ആ ഒരു അവശത ഒരുപക്ഷെ ഉണ്ടാകാം. എങ്കിലും ഇപ്പോൾ പ്രകോപനമോ ഒന്നും നമുക്ക് കാണുന്നില്ല. കടുവയുടെ ഭാഗത്തും ഇത്രമാത്രം ആളുകൾ ഉണ്ടായിട്ടും അനക്കമില്ലാതെയാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. മയക്കുവെടി വെച്ചില്ല എന്ന കാര്യം ഉറപ്പാണല്ലേ ഷിജോ? പിടികൂടിയിട്ടുള്ളത്. കാരണം കൂട്ടിലകപ്പെട്ട വലയ്ക്കകപ്പെട്ട കടുവയെ ഒരു വെടി വെച്ചു എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഒരു മയക്കുവെടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടായിരിക്കാം കടുവ ഇങ്ങനെ മയങ്ങിയത്. അപ്പോൾ നേരത്തെ മയക്കുവെടി വെക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വലയിലായതിന് പിന്നാലെ കടുവയ്ക്ക് ഒരു മയക്കുവെടി വെച്ചിട്ടുണ്ട്. എവിടേക്കാണ് ഇതിനെ കൊണ്ടുപോവുക എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചന നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും വനം വകുപ്പിന്റെ വലയ്ക്കുള്ളിലായ അതുകൊണ്ടായിരിക്കാം മയക്കുന്നത്. എന്തായാലും മയങ്ങിയ കടുവയെ ഇപ്പോൾ വാഹനത്തിനുള്ളിലാക്കി ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. വലിയ ഒരാശ്വാസം ഇവിടെയുള്ള നാട്ടുകാരെയൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടും കടുവയെ ഇപ്പോൾ വാഹനത്തിനുള്ളിലാക്കി അതിനെ കൃത്യമായിട്ടുള്ള സുരക്ഷ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്രയും വേഗം സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന്റെ ക്രമീകരണങ്ങളിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെ എവിടേക്ക് കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നമുക്ക് വരും മണിക്കൂറിൽ ലഭ്യമാകും. DF അടക്കമുള്ള ഇപ്പോൾ എന്തായാലും വലിയ തരത്തിൽ ആശങ്ക പടർത്തിയ കടുവയെ ഇപ്പോൾ ഇവിടുന്ന് വനം വകുപ്പ് പിടികൂടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ആശ്വാസവും സന്തോഷവും ഒക്കെ ആളുകളുടെയൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഉദ്യോഗസ്ഥരെയൊക്കെ അടക്കം പ്രതികരണം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും വലിയ ആശ്വാസവും മറ്റു കാര്യങ്ങളുമൊക്കെ ആളുകളുടെ മുഖത്ത് കാണാം. നൽകിക്കൊണ്ടിരിക്കുന്നത് ചില പ്രദേശവാസികൾ കൂടി അവിടുന്ന് പ്രതികരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിലും അത് ഉദ്യോഗസ്ഥരാണ് ഇനി പ്രതികരിക്കേണ്ടത്. എങ്ങോട്ടാണ് ഈ കടുവയെ കൊണ്ടുപോകുന്നത് എന്ന കാര്യം അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം അത്തരം വിശദാംശങ്ങൾ ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.